സദ്ഗുരുദേവ നാരായണ ദൈവമേ. നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ. ജ്ഞാനാനന്ദനായി ഭക്തവൃന്ദപൂജിതനായി ജ്ഞാനോപദേശം ചെയ്യും വേദാചാര്യനെ നമോ. ജ്ഞാനാനന്ദനായി ഭക്തവൃന്ദപൂജിതനായി ജ്ഞാനോപദേശം ചെയ്യും വേദാചാര്യനെ നമോ. നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ. പിതാജിംബാധയോതിയൊഴിച്ചു മർത്യജാതിയാക്കിയിടും ചിത്തമാന്ത്രിക നമസ്കാരം. ജാതി പിതാജിംബാധയോതിയൊഴിച്ചു മർത്യജാതിയാക്കിയിടും ചിത്തമാ. സുഖം തന്ന ഗുരുവരനെ അനുദിനമടിയങ്ങൾ സ്തുതിച്ചിടുന്നേ. സുഖം തന്ന ഗുരുവരനെ അനുദിനമടിയങ്ങൾ സ്തുതിച്ചിടുന്നേ. അവതാര തിരുനാൾ അറിയിച്ചൊരു തിരുനാമം പാടി ഞങ്ങൾ സ്തുതിച്ചിടുന്നേ. അവതാര തിരുനാൾ അറിയിച്ചൊരു തിരുനാമം പാടി ഞങ്ങൾ സ്തുതിച്ചിടുന്നേ. സ്തുതിച്ചിടുന്നേ എന്നും സ്തുതിച്ചിടുന്നേ. പരബ്രഹ്മസ്വരൂപത്തെ സ്തുതിച്ചിടുന്നേ. അവതാര തിരുനാൾ അറിയിച്ചൊരു തിരുനാമം പാടി ഞങ്ങൾ സ്തുതിച്ചിടുന്നേ. അവതാര സ്തുതിച്ചിടുന്നേ എന്നും സ്തുതിച്ചിടുന്നേ. പരബ്രഹ്മസ്വരൂപത്തെ സ്തുതിച്ചിടുന്നേ. സർവാധികാരിയും സർവശക്തനും സർവകലാവല്ലഭനും സർവലോകത്തിൻ്റെയും അധിപതിയുമായ
ദൈവം നിയോഗിച്ച് നടത്തുന്ന ഉന്നതമായ ആരാധനയിലാണ് ഇപ്പോൾ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ആരാധനയുടെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഓരോരുത്തർക്കും അനുഭവമായ സത്യമാണ്. എന്നാൽ ലോകവശാലുള്ള കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ ഇതിൽ മറവി സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി അനേകം അനുഭവങ്ങൾ ലോകവശാൽ ഈ ആരാധനയെ നിലനിർത്തുവാൻ വേണ്ടി ഓരോ തിരുശരീര വാഴ്ചകളിലും അനുഷ്ഠിച്ചിട്ടുള്ള ഉന്നതമായ കർമ്മങ്ങൾ, പദ്ധതികൾ, ഇതൊക്കെ ഓരോ സന്ദർഭാനുസരണം ഞാനിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ നടത്തിയെന്ന് പറഞ്ഞാലും ആരാധന, ഞായറാഴ്ചത്തെ ആരാധന മുടക്കാൻ പാടില്ലാത്തതാണ് എന്ന് ആത്മലോകത്തിൽ ബോധ്യമാകത്തക്ക വിധമുള്ള ഉന്നതമായ അനുഭവങ്ങൾ പലപ്പോഴായി ഞാൻ നിങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മബോധോദയ സംഘാംഗങ്ങളായ ആർക്കും ഞായറാഴ്ച ആരാധനയല്ലാതെ മറ്റു കർമ്മങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇപ്പോൾ നമ്മൾ ഈ ആരാധനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഉത്രാട ജന്മനക്ഷത്ര മഹോത്സവത്തിൻ്റെ അനിർവചനീയമായ ആ പരമസുഖത്തിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോ കർമ്മങ്ങൾ നടക്കുമ്പോഴും അതിനുവേണ്ടി സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക, അനുഭവിക്കുക, നന്ദിപ്പെടുക, ഇത് നമ്മുടെ നിയമമാണ്. ആ വിധത്തിൽ അനേക ദിനങ്ങളായി നമ്മൾ ഉത്രാടത്തിന് വേണ്ടി സങ്കല്പിച്ചു പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് അനുഭവമായി. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന ആർക്കും അറിയാം, കഴിഞ്ഞ ഞായറാഴ്ച കാലാവസ്ഥ നിരീക്ഷകർ പ്രഖ്യാപിച്ചിരുന്ന കാലാവസ്ഥയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു. 60 കിലോമീറ്റർ സ്പീഡിൽ കൊടുങ്കാറ്റ്, അതിതീവ്രമായ മഴ, പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട്, ഇങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ വ്യവസ്ഥ. ആ സമയത്താണ് നമ്മുടെ ഉത്രാടം ജന്മനക്ഷത്രം. നമ്മുടെ സന്താനങ്ങൾ ആരും മടിപിടിച്ച് വീട്ടിലിരുന്നില്ല. സന്ദർഭവശാൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റപ്പെട്ടവരൊഴിച്ച് ആരും അടിപിടിച്ച് വീട്ടിലിരുന്നില്ല. കാരണം എത്രയും വേഗം അവിടെ എത്തിച്ചേരണമെന്നും ഇതിലെല്ലാം പങ്കെടുക്കണമെന്നുമുള്ള തീവ്രമായ ആഗ്രഹത്തോടുകൂടി ഓരോരുത്തരും വന്നു. ഇപ്രകാരം നിലനിന്നിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു എങ്കിൽ, അവർ നിരീക്ഷിച്ച് വെച്ചിരുന്ന അഭിപ്രായം അനുസരിച്ചായിരുന്നുവെങ്കിൽ ഒരു കർമ്മങ്ങളും നമുക്ക് നടത്താൻ പറ്റില്ല. ഘോഷയാത്രയ്ക്ക് വരുമ്പോൾ നമുക്ക് കുടകളുണ്ട്, കൊടികളുണ്ട്, മറ്റ് ജീവിതയും തിടമ്പുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ വലിയ കാറ്റ് ചുഴറ്റി അടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കൊണ്ടുവരും? സാധാരണക്കാർ, ഇച്ചിരി ആരോഗ്യം കുറഞ്ഞവരൊക്കെ എങ്ങനെ നടന്നു വരും? ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു. പ്രകാശയാത്ര സമയത്താണ് സംഭവിച്ചതെങ്കിൽ ദീപം എങ്ങനെ തെളിയിച്ചു കൊണ്ടുവരും? പക്ഷേ ചെറിയ ചാറ്റലും ചെറിയ മഴയും ഒക്കെ ഇടയ്ക്കുണ്ടായി. പക്ഷെ ദീപങ്ങളൊന്നും അണയാതെ നമ്മുടെ സന്താനങ്ങൾ അതിൻ്റെ കരുതലോടുകൂടി തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഘോഷയാത്രയിൽ നിന്ന് പിന്മാറാതെ ഇവിടേക്ക് പ്രവേശിച്ചു. ഇതെല്ലാം കണ്ട് കരുണാധി നിങ്ങളെ അനുഗ്രഹിച്ചു. പല സ്ഥലത്തു നിന്നും ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മഴ മാനത്ത് വന്നാൽ പെരയ്ക്കകത്തുനിന്ന് ഇറങ്ങാത്ത ശീലക്കാരാണ്. കാരണം ഒരു തുള്ളി മഴ വീണാൽ ഒരാഴ്ചത്തേക്ക് ബുദ്ധിമുട്ടായിരിക്കും. പനിയും ജലദോഷവും അത് പിന്നെ വർദ്ധിച്ച് ചുമയും ഒക്കെ ആയിട്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ മഴയെ ഭയന്ന് വീട്ടിലിരിക്കുന്ന സ്വഭാവക്കാർ പലരും വിളിച്ചു. ഞങ്ങൾ ഈ 2 ഘോഷയാത്രയിലും അല്പം മഴ നനഞ്ഞു, പക്ഷേ ഒരു ജലദോഷം പോലും ഞങ്ങൾക്ക് വന്നില്ല. ഇത് വലിയ അത്ഭുതമായി പോയി എമ്പറ്റി എന്ന് പറഞ്ഞു. ഇത് ദൈവം നേരിട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. ഇതിനെ ചിന്തിച്ച് നന്ദിപ്പെടുവാൻ ഭക്തഹൃദയങ്ങൾക്ക് സാധിക്കും. എന്നാൽ വിമർശന ബുദ്ധിയുമായി വരുന്നവർക്ക് ഇവരിതെല്ലാം കൂടെ നടത്തിപ്പാണ്ട് മഴയും നനഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റും. പക്ഷെ ഭക്തസന്താനങ്ങളെ സംബന്ധിച്ച് ഒരു മഴ പെയ്തതായിട്ടോ നനഞ്ഞതായിട്ടോ ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് പലരും കടന്നു വന്നത്. ഒരു ബുദ്ധിമുട്ടും ആർക്കും തോന്നിയില്ല. വിശേഷിച്ചിപ്പോൾ മിക്കവാറും ആളുകളെല്ലാം ഓഫീസുകൾക്കുള്ളിലിരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് പ്രകൃതിയുമായി വലിയ സമ്പർക്കമൊന്നുമില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും ഉണ്ട്. ചെറിയ മഞ്ഞ് വന്നാൽ, ചെറിയ മഴ വന്നാൽ, ചെറിയ വെയിൽ കൊണ്ടാൽ ഒക്കെ പ്രശ്നങ്ങളാണ്. കാരണം അവരുടെ ജീവിത ശൈലി അങ്ങനെ ആയിപ്പോയി. അവർക്കിതൊന്നും പറ്റുകയില്ല.
എന്നാൽ അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ വന്ന് ഇതിൽ ബന്ധപ്പെട്ടത്. അവർക്ക് ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല. എല്ലാം ദൈവം നേരിട്ട് നിന്ന് നടത്തി. എങ്ങനെയാണ് ഇതിന് നന്ദി പറയുക, എങ്ങനെയാണ് ഇതിനെ വർണ്ണിക്കുക? അവർണ്ണനീയമായ കാര്യങ്ങളാണ് ഭഗവാൻ നടത്തിയത്. എങ്ങനെയുള്ളവർക്ക്, ചിന്തിച്ച് ഇതിനെ സ്വീകരിക്കുന്നവർക്ക്. അങ്ങനെ എല്ലാം ഒരുക്കി എല്ലാം നടത്തി തന്ന ദൈവം മുമ്പാകെ നന്ദി പറയേണ്ടുന്നത് ഏറ്റവും വലിയ അത്യാവശ്യമാണ്. ഇപ്പോൾ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോഴും പഴയത് മറന്നു പോകാനല്ല, പഴയത് നന്ദിയായി ഓർത്തുകൊണ്ട് തന്നെ പുതിയതിനു വേണ്ടി അപേക്ഷിക്കുക. ഇപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ താരാസ്തുതി ആരംഭിക്കുകയാണ്. ഗംഭീരമായ താരാസ്തുതി നടത്താൻ തീരുമാനം ചെയ്തെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 27 ചതുർയുഗങ്ങൾ കഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഈ യുഗങ്ങളിൽ എങ്ങുമില്ലാത്ത ഒരു പുതിയ നിയമമാണ് കലിയുഗത്തിൽ ഖഡ്ഗി അവതരിച്ച് ഈ താരാസ്തുതി സ്ഥാപിച്ചിരിക്കുന്നത്. ലോകത്തിൽ ആർക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ബോധ്യമാകാത്ത ഒരു മഹാസത്യമാണ്. പക്ഷെ ദൈവം ലോകത്തിൽ വന്നു ഇത് പൂർണ്ണമാക്കുവാൻ, ഓരോ ജന്മങ്ങളെയും സമ്പൂർണ്ണ മോക്ഷത്തിൽ എത്തിക്കുവാൻ ദൈവം അവതാരമായി വന്നു നിന്നുകൊണ്ട് ഈ യജ്ഞത്തെ ലോകത്തിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സർവദോഷ ശാന്തിക്കായി നടത്തുന്ന താരാസ്തുതി. സർവശക്തി പ്രത്യക്ഷമായി പാസാക്കിയ നിയമമിത്. ആരിലും ആനന്ദത്തെ അനുദിനം നൽകിയിടുവാൻ അഖിലേശൻ അവതരിച്ചാത്മാക്കളാൽ നടത്തുന്നു. കഴിഞ്ഞ താരാസ്തുതി കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസത്തോളം ആവുകയാണ്. പക്ഷേ ഇപ്പോഴും ആ താരാസ്തുതിയുടെ ആ പ്രത്യേകത ഓരോ ഹൃദയങ്ങളിലും അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്ര ഗംഭീരമായിട്ടാണ് ആ താരാസ്തുതി നടത്തപ്പെട്ടത്. അപ്പം അതേ പ്രതീക്ഷയോടുകൂടി വ്രതമെടുത്തുകൊണ്ടാണ് സന്താനങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനേക്കാൾ ഉപരിയായി നടത്തുവാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മളിൽ അനുഭവമാകണമെങ്കിൽ അത്രയും ശ്രദ്ധയോടുകൂടി അതിലിടപെടണം. അപ്പോൾ ഇത് നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് നമ്മൾ താരാസ്തുതിക്ക് വേണ്ടി വീണ്ടും അപേക്ഷിക്കുന്നു. ഉന്നതമായ നിലയിൽ ജഗദീശ്വരനെല്ലാം നടത്തട്ടെ. സർവശക്തി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിശയമേ ദൈവത്തിൻ വാഴ്ച ചിന്തിച്ചാനന്ദമില്ല. അതിശയമേ ദൈവത്തിൻ വാഴ്ച ചിന്തിച്ചാനന്ദമില്ല. കോടാകോടി നാമങ്ങളാലെ വാഴുന്നു അഖിലേശൻ. കോടാകോടി നാമങ്ങളാലെ വാഴുന്നു അഖിലേശൻ. അതിശയമേ ദൈവത്തിൻ വാഴ്ച ചിന്തിച്ചാനന്ദമില്ല. അത്ഭുതപുരുഷനും അമാനുഷികനുമായ സർവശക്തിയുടെ പ്രത്യക്ഷമായ കാരുണ്യം, ഉത്രാടം ജന്മനക്ഷത്ര മഹോത്സവത്തിൽ അനുഭവമായതിനെ കുറിച്ചുള്ള വർണ്ണനകളാണ് പല വിധത്തിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ഉത്രാട ജന്മനക്ഷത്ര മഹോത്സവത്തിൽ അനുഭവത്തെ കുറിച്ചുള്ള വിവിധങ്ങളായ വർണ്ണനങ്ങളാണ് ഈ അനുഭവസാക്ഷിയിലൂടെ നമ്മൾ കേട്ടത്. ഇനിയും അനേകം ഹൃദയങ്ങളിൽ ആ വിധത്തിലുള്ള അനുഭവങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. വിദേശത്ത് നിന്ന് വന്നവർ തന്നെ അനേകരും ഇനി ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ നമുക്ക് പ്രാർത്ഥനയുടെ സമയം അതിൻ്റെതായ ഒരു ക്രമീകരണമൊക്കെ ഉള്ളത് കൊണ്ട് തൽക്കാലം
ഇപ്പോൾ നിർത്തിവെച്ചു, ആരാധന തുടരുകയാണ്. അങ്ങനെ പ്രാർത്ഥനയുടെ സമയത്തിന് ക്രമീകരണമൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം നിർത്തിവെച്ചത് ആരാധന ആവശ്യത്തിന് ഇപ്പൊ എല്ലാ ഹൃദയങ്ങളിലുമുള്ള ഈ അനുഭവ സമ്പത്ത്, എല്ലാ ഹൃദയങ്ങളിലുമുള്ള ഈ അനുഭവ സമ്പത്ത് ഇതിന് ആധാരമായി നിൽക്കുന്നത് എന്താണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ച് ഉറപ്പിച്ചാൽ മതി. വീണ്ടും വീണ്ടും അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതല്ല ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തതാണ് എന്ന് അവരവർക്ക് തോന്നിപ്പോയാൽ, അതായത് ഒരു കർത്തൃത്വ ഭാവം ഉണ്ടായിപ്പോയാൽ ഈ അനുഭവങ്ങൾ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഞാൻ എന്ന ഭാവം വെടിഞ്ഞെങ്കിൽ മാത്രമേ ജ്ഞാനസ്വരൂപനെ കാണുകയുള്ളൂ. ഇത് വെറുതെ നമുക്ക് ഈ സിനിമാ പാട്ട് പാടുന്ന പോലെ പാടാൻ വേണ്ടി തന്നതല്ല. തത്വം ഗ്രഹിച്ച് ഉൾക്കാമ്പിൽ തത്വരൂപത്തെ കണ്ടുകൊണ്ട് ആനന്ദിക്കാൻ തന്ന കീർത്തനങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഈ കർമ്മങ്ങളെല്ലാം ഈ മഹനീയമായ ആത്മാവിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന നിയമങ്ങളാണ്. ഈ നിയമവ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെട്ട് നിന്നുകൊണ്ട് ഓരോ കർമ്മങ്ങളും പൂർത്തീകരിക്കുമ്പോൾ ദൈവം അതിലേക്ക് ഓരോരുത്തരെ ആളായി ചേർത്ത് നിലനിർത്തിയാണ് ഓരോന്നും കർമ്മിപ്പിക്കുന്നത്. അത് വിദേശ രാജ്യങ്ങളിൽ പോയി ചെയ്യുന്നവർ അതാത് രാജ്യങ്ങളിൽ അതിൻ്റെതായ കർമ്മങ്ങളിലേക്ക് ഭഗവാൻ അവരെ നിയോഗിച്ചിരിക്കുകയാണ്. സ്വദേശത്തായാലും അങ്ങനെ തന്നെയാണ്. അത് 4 പേരുടെ ഇടയിൽ ഒരു പ്രാധാന്യം കിട്ടുന്ന പ്രവർത്തനം മാത്രമല്ല പ്രവർത്തനം. ഈ സന്നിധാനത്തിൽ തന്നെ അധികമാരും അറിയാതെ ദിനംതോറും ഒരു മുടക്കവും കൂടാതെ ചെയ്യേണ്ടുന്ന പല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം ആളുകളുണ്ട്. അവർ ആ കർമ്മം മുടക്കിയാൽ അതിൻ്റെതായ ക്ഷീണാവസ്ഥകൾ ഇവിടെ പല കാര്യത്തിലും വരും. എന്നാൽ അവരെ അധികം ആരും ശ്രദ്ധിക്കപ്പെടുകയില്ല. കാരണം അവര് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവരവരുടേതായ ഭാഗത്തേക്ക് മാറും. ഉദിച്ചതിന് ശേഷവും ചെയ്യുന്നവരുണ്ട്. അവരാരും ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. ദൈവകാര്യം എന്റെ കാര്യം സ്വന്ത കാര്യം എനിക്കെന്നും മന്ദമില്ലാതുള്ള ഭാഗ്യം അതിൽ ചെന്നെത്താം. അങ്ങനെ യാതൊരു ഭാവവുമില്ലാതെ യാതൊരു അഹങ്കാരവുമില്ലാതെ ദൈവകാര്യം എന്റെ കാര്യമാണെന്നുള്ള ആ ഉറപ്പോടുകൂടി അത് പുറമേ പറഞ്ഞു കിടക്കുകയല്ല. ദൈവകാര്യം അത് എന്റെ കാര്യമാണ്, ഞാൻ അങ്ങ് ചെയ്യുകയാണ്, അങ്ങനെ പറയുന്നത് പോലും ഇല്ല. അവർക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രത്യേക പ്രോത്സാഹനം അവർക്ക് ആവശ്യമില്ല. ആരുടെയെങ്കിലും ഒരു മുഖത്ത് നിന്നൊരു പുഞ്ചിരി പോലും അവർ പകരമായി സ്വീകരിക്കുന്നില്ല. അവരതിന് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മരിക്കുന്നത് വരെ ഈ കർമ്മങ്ങൾ ചെയ്ത് അങ്ങ് ജീവിക്കണം. അത് ഇതിനപ്പുറമായ ഒരു സ്ഥാനം ഈ ലോകത്തിൽ ഇനി കാണുവാനില്ല. ഇതിനപ്പുറമായ എന്നിൽ ആനന്ദം തരുവാൻ വേറൊരു സ്ഥാനം ലോകത്തിൽ കാണാനില്ല. ഈ ഉറപ്പ് ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് കർമ്മം ചെയ്താലും പോരാ 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 എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും അങ്ങനെ കർമ്മം ചെയ്തിരിക്കാനാണ് ആഗ്രഹം. വിശ്രമിക്കണമെന്നൊരു ചിന്ത പോലും വരികയില്ല. വളരെയേറെ ക്ഷീണം തോന്നുമ്പോൾ അല്പം വിശ്രമിക്കും, പിന്നെയും കർമ്മം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അവർക്ക് ആ കർമ്മം ചെയ്യുന്നതാണ് അവരുടെ ആനന്ദം. അങ്ങനെ കർമ്മത്തിൽ കൂടി ആനന്ദിപ്പിക്കുവാൻ കഴിവുള്ള കരുണാധിയാണ് ശുഭാനന്ദനാമത്തിൽ വന്ന് വാഴുന്നത്. തിരിച്ചു വന്നപ്പോ പറഞ്ഞു, കർമ്മം ചെയ്തിടാതെ കർമ്മം ചെയ്തിടാതെ
സൽക്കർമ്മമൂർത്തിയെ ഉൾക്കാമ്പിൽ കണ്ടുകൊണ്ട് കർമ്മം അങ്ങ് ചെയ്താൽ മാത്രം മതി, സുഖം ഉണ്ടായിക്കൊള്ളും. സർവകർമ്മങ്ങൾക്കും ഉൾക്കാമ്പായി നിൽക്കുന്ന സൽക്കർമ്മമൂർത്തിയെ ഉൾക്കാമ്പിൽ കണ്ടുകൊണ്ട് കർമ്മമൊക്കെ ചെയ്താൽ മതി. സർവകർമ്മങ്ങൾക്കും ആധാരമായി നിൽക്കുന്നത് താൻ തന്നെയാണ്. സർവകർമ്മങ്ങൾക്കും ആധാരമായി നിൽക്കുന്നത് ആ മഹാശക്തി. അപ്പൊ ഞാൻ ഇന്ന കർമ്മം ചെയ്തപ്പോ എനിക്ക് ദുഃഖമാണല്ലോ ഉണ്ടായത്, അതിന്റെയും ആധാരം ഭഗവാനാണോ? അപ്പൊ ഇന്ന കർമ്മം ചെയ്തപ്പോൾ എനിക്ക് ദുഃഖമാണല്ലോ ഉണ്ടായത്, അതിന്റെ ആധാരം ഭഗവാനാണോ? ആ ആധാരമായി നിൽക്കുന്നത് ഭഗവാനാണ്. ആധാരമായി നിൽക്കുന്നത് ഭഗവാൻ. എന്തുകൊണ്ട്? നിന്നിൽ സൂക്ഷ്മാവസ്ഥയിൽ നിൽക്കുന്നത് ഭഗവാനാണല്ലോ. സൂക്ഷ്മാവസ്ഥയിൽ നിൽക്കുന്നത്. പക്ഷെ സ്ഥൂലത്തിൽ നിന്ന് നീ സ്വീകരിച്ച അറിവുകേടാണ് ഈ സൂക്ഷ്മ ഉപയോഗിച്ച് നീ പ്രവർത്തിച്ചത്. സ്ഥൂലത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച അറിവുകേടാണ് ഈ സൂക്ഷ്മ ഉപയോഗിച്ച് പ്രവർത്തിച്ചത്. ആ അറിവുകേട് പ്രവർത്തിച്ചപ്പോഴാണ് ദുഃഖം ഉണ്ടായത്. അറിവുകേട് പ്രവർത്തിച്ചപ്പോഴാണ് ദുഃഖം. അറിവിൽ കൂടിയുള്ള കർമ്മം സുഖവും, അറിവിൽ കൂടിയുള്ള കർമ്മം സുഖവും, ആ അറിവുകേടിൽ കൂടിയുള്ള കർമ്മം ദുഃഖവും തരുമെന്ന് കൂടിയുള്ള കർമ്മം ദുഃഖവും തരുമെന്ന് ആദ്യമേ സൃഷ്ടിയാരംഭത്തിലെ തീരുമാനിച്ച് നിശ്ചയിച്ച് അത് എഴുതി വെച്ചിരിക്കുന്നതാണ്. സൃഷ്ടിയാരംഭത്തിലെ നിയമിച്ച് എഴുതി വെച്ചിരിക്കുന്നത് ആർക്കും മാറ്റാൻ പറ്റുന്നതല്ല. ആർക്കും മാറ്റാൻ സാധിക്കും. അപ്പൊ ആധാരമായി നിൽക്കുന്നത് താനാണ് സർവത്തിനും. ആധാരമായി നിൽക്കുന്നത് ഭഗവാനാണ് സർവത്തിനും. പക്ഷേ മനുഷ്യന് കൊടുത്തിരിക്കുന്ന പ്രത്യേക ബുദ്ധിശക്തിയും അറിവും, മനുഷ്യന് കൊടുത്തിരിക്കുന്ന പ്രത്യേക ബുദ്ധിശക്തിയും അറിവും അത് അറിവുകേടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ ദുഃഖത്തിന് കാരണമായി തീരുന്നത്. അറിവുകേടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ദുഃഖത്തിന്. പക്ഷെ ആരും അത് സ്വയം സമ്മതിക്കുകയില്ല. ചൂണ്ടിക്കാണിച്ചാൽ കാണിക്കുന്നവരോട് വിരോധമായിരിക്കും. ചൂണ്ടിക്കാണിച്ചാൽ കാണിക്കുന്നവരോട് ഹേ കുഞ്ഞെ, നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ പോയി പണി നോക്കി, ഞാനിത് കുറെ നാളുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നെ പഠിപ്പിക്കണ്ടെന്ന് പറയും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു അറിവിനെയും അംഗീകരിക്കാത്ത പ്രകൃതമാണ് പുതിയ തലമുറയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴമക്കാരും വലിയ മോശക്കാരല്ല, അതാണല്ലോ ഈ പകർന്നു വരുന്നത്. പക്ഷേ അറിവിൽ കൂടി അനുദിനം അനുസരിച്ച് ജീവിക്കുന്നവർക്കല്ലാതെ സമ്പൂർണ്ണ സുഖം ആർക്കും ലഭിക്കില്ല. ആ അതാണ് ദൈവം നമ്മളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനുദിനം അറിവിൽ കൂടി കർമ്മം ചെയ്ത് ആനന്ദം അനുഭവിക്കുവാനും അത് സദാനന്ദമാകുവാനും അത് നിത്യാനന്ദമാകുവാനും ശുഭാനന്ദമായി തീരുവാനും സർവശക്തി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ കർമ്മ വഴികളിലൂടെ സർവദാ സഞ്ചരിച്ച ഒരു മഹാപുരുഷൻ, ജന്മമെടുത്തതിന്റെ ആ പക്കനാൾ ദിനം കൂടിയാണ്. ആ നാമം പോലും ഭഗവത് ശബ്ദത്താൽ ആ ആത്മാവിലേക്ക് കൊടുത്തു എന്ന് പറയുന്നത് അത്ഭുത പുരുഷന്റെ കാരുണ്യമാണ്. ആ സദാ ആനന്ദം ലഭിച്ചവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ എന്ന് പറഞ്ഞാൽ ആ വെറുതെ ഒരു നാമം കൊടുക്കുകയാണോ? അല്ല, ഗുരുകർമ്മങ്ങളെ അതുപോലെ ഏറ്റെടുത്തുകൊണ്ട് ദൈവകാര്യം എന്റെ കാര്യം സ്വന്ത കാര്യം എനിക്കെന്നും ബഹുവന്തമില്ലാതുള്ള ഭാഗ്യം അതിൽ ചെന്നെത്താ. അനേകം കർമ്മങ്ങൾ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ, പട്ടിണിയും പരിവട്ടവുമായിരുന്ന സാഹചര്യത്തിൽ നഗ്നപാതനായി സഞ്ചരിച്ച് അനേകം സ്ഥലങ്ങളിൽ ഗുരുവിന്റെ സന്ദേശത്തെ എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ധീരയോദ്ധാവായിരുന്നു ആ പുണ്യപുരുഷൻ. ആ പുരുഷന്റെ പക്കനാൾ ദിനമാണിന്ന്. ഇന്ന് നമ്മൾ ആദ്യം സാക്ഷി പറയിപ്പിച്ച നമ്മുടെ കുഞ്ഞ് ആ മകയിരം നക്ഷത്രത്തിൽ ഇരുന്നു കൊണ്ടാണ് നീ ഡോക്ടർ ആവണമെന്ന് ശബ്ദിച്ചത്. ഇന്ന് ഈ മകയിരം പക്കനാളും ഉത്രാടം ജന്മ നക്ഷത്രത്തിന്റെ നന്ദി അർപ്പിക്കുന്ന ദിനവും കൂടി ഒത്തുവന്ന ഈ സുദിനത്തിൽ ആ കുഞ്ഞിനെ കൊണ്ട് ഈ വിധത്തിൽ ഇവിടെ സാക്ഷീകരിക്കുവാൻ അവസരമൊരുക്കിയതും ആ മഹാപുരുഷന്റെ അനുഗ്രഹമാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായി ഏകോപിച്ച് വരുവാനിരിക്കുന്നതേ ഉള്ളൂ.
ഏകോപിച്ചു വരുവാനിരിക്കുന്നത് അനേകം ജന്മങ്ങളിലേക്കും അനേകം കർമ്മങ്ങളിലേക്കും സൃഷ്ടിയിലെ പല കർമാദികൾക്കായും ആ ലോകവശാൽ സംഭവ്യമായ ഓരോ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനായും പരിഹാരത്തിനായും ആ അനുവദിച്ച് ദാനം ചെയ്തിരിക്കുന്ന മഹാതിരുശബ്ദങ്ങൾ ഓരോന്നോരോന്നായി ഒരുങ്ങി ഇനി വരുവാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ അറിയാൻ പോകുന്നത് ആ പഴയ തിരുശബ്ദത്തിന്റെ മഹാത്മ്യം. അപ്പോഴാണ് അറിയാൻ പോകുന്നത് എന്താണ് ആ തിരുശബ്ദം. എല്ലാം എല്ലാം വരുമല്ലോ, ഗുരുവന്മാരെ വരുമല്ലോ, എല്ലാം എല്ലാം വരുമല്ലോ, ജീവിക്കുന്ന മനുഷ്യ നീയും വരുമല്ലോ, എല്ലാം എല്ലാം വരുമല്ലോ, അപ്പൊ ഇവിടെ സാക്ഷി പറഞ്ഞവരെല്ലാം അപ്പൂപ്പന്റെയും അവരുടെ അപ്പൂപ്പന്റെയും ഒക്കെ കഥ പറഞ്ഞു. എന്താ കാര്യം? അവരെല്ലാം യാദൃശ്യത്തിൽ കൂടി ജീവിച്ചവരാണ്. കുറച്ചുകൂടി കഴിയുമ്പോ എത്ര അപ്പൂപ്പന്മാരുടെ കഥ പറഞ്ഞാലൊക്കും. അങ്ങനെ ഒരുപാട് 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 ശൃംഖലയായിട്ടുള്ള പരമ്പരകൾ, ധീരയോദ്ധാക്കൾ എല്ലാം എല്ലാം വരുമല്ലോ, ഗുരുവന്മാരെ വരുമല്ലോ, എല്ലാം എല്ലാം വരുമല്ലോ, ഓ മായാമറയിൽ ജീവിക്കുന്ന മനുഷ്യ നീയും വരുമല്ലോ, ഓ മറമാറ്റാനുള്ള അറിവല്ലോ ഗുരുവായി ഇവിടെ വാഴുന്നു, മറമാറ്റാനുള്ള അറിവല്ലോ ഗുരുവായി ഇവിടെ വാഴുന്നു, മറമാറ്റാനുള്ള അറിവല്ലോ ഗുരുവായി ഇവിടെ വാഴുന്നു, മായാമറയെ മാറ്റുമ്പോൾ മായാമറയെ മാറ്റുമ്പോൾ നിന്നുടയവനായി കാണുന്നു, അങ്ങനെ ഈ അറിവ് പ്രകാശിച്ച് 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 അങ്ങനെ ലോകം മുഴുവൻ വ്യാപിക്കുമ്പോ പിന്നെ ആശ്രയിക്കാൻ ഒരു നാമമേ ഉള്ളൂ, പിന്നെ പുകഴ്ത്താൻ ഒരു കൊടിയേ ഉള്ളൂ, പിന്നെ പ്രഘോഷിക്കാൻ ഒരു നാമമേ ഉള്ളൂ, പിന്നെ ആശ്രയിക്കാൻ ഒരു പാദമേ ഉള്ളൂ. അങ്ങനെയെല്ലാം എല്ലാം വരുമല്ലോ, ഗുരുവന്മാരെ വരുമല്ലോ, എല്ലാം എല്ലാം വരുമല്ലോ, ഓ മായാമറയിൽ ജീവിക്കുന്ന മനുഷ്യ നീയും വരുമല്ലോ, അപ്പൊ ഈ പ്രകാശത്തെ കെടാതെ സൂക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഉത്തരവാദിത്വം നിങ്ങളിൽ ഓരോരുത്തരിലുമാണ്. ആത്മബോധം എന്ന ദീപം കെടാവിളക്കായി വെച്ച് ത്രിഗുണമാം ത്രിമധുരം കാഴ്ചവെക്കണം. എന്താണ് ത്രിഗുണം? കാഴ്ചവെക്കുന്നുണ്ടോ? കാഴ്ചവെക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് ത്രിമധുരം ഒരുക്കാൻ വീട്ടിൽ ഇപ്പൊ ആരാധനയ്ക്ക് ഒരുക്കാണ്, ത്രിമധുരം ഒരുക്കണം. ഓടിച്ചെന്ന് വാഴ നോക്കിയപ്പോ കാന്നിപ്പോ കൊണ്ട് പഴുത്തില്ല, അതുകൊണ്ടൊന്നും ആരെങ്കിലും വെക്കുവോ? ഒരാഴ്ച മുമ്പ് ഇപ്പം ആ അവസരം മാറി വേറൊരു അവസരത്തിൽ ഒരാഴ്ച മുമ്പ് ആരാധന വരുന്നു ചോദിച്ച് കുറച്ച് പഴം വാങ്ങിച്ചു വെച്ചു. എടുക്കാൻ ചെന്നപ്പോ കൈകൊണ്ട് തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് വെക്കുവോ? ഇത് രണ്ടവസ്ഥയും പറ്റുകയില്ല. പാകപ്പെടണം അല്ലേ?
കൃത്യമായ പാകപ്പെട്ടത് മാത്രമേ ഗുരുമുമ്പാകെ അർപ്പിച്ച് നമുക്ക് ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ. കൃത്യമായി പാകപ്പെട്ടത് ഇപ്പൊ മാത്രമേ മനസാ വാചാ കർമ്മണ സത്യം പാലിച്ചിടണം. മനസാ വാചാ കർമ്മണ സത്യം പാലിച്ചിടണം. മനസാ വാചാ കർമ്മണ സത്യം പാലിച്ചിടണം. സത്യവിരുദ്ധം നിന്നിൽ കടക്കാതെ സൂക്ഷിക്കണം. മനസാ വാചാ കർമ്മണ സത്യം പ്രകാശിക്കണം. സത്യവിരുദ്ധം നിന്നിൽ കടക്കാതെ സൂക്ഷിക്കണം. സത്യസ്വരൂപനല്ലോ സർവ്വതുമുളവാക്കി. സത്യസ്വരൂപനല്ലോ സർവ്വതുമുളവാക്കി. സത്യസ്വരൂപനല്ലോ സർവ്വതുമുളവാക്കി. സർവത്തിലും അധിവസിക്കുന്നു ജഗദീശൻ. സർവത്തിലും അധിവസിക്കുന്നു സത്യസ്വരൂപനല്ലോ സർവ്വവുമുളവാക്കി. സർവത്തിലും അധിവസിക്കുന്നു ജഗദീശൻ. ഉള്ളും പൂർവവുമായി സർവത്തിലും വസിപ്പൂ. ഉള്ളും പൂർവവുമായി സർവത്തിലും വസിപ്പൂ. തന്നെ മറച്ചു ഒരു കർമ്മവും സാധ്യമല്ല. ഉള്ളും പൂർവവുമായി സർവത്തിലും വസിപ്പൂ. തന്നെ മറച്ചു ഒരു കർമ്മവും സാധ്യമല്ല. തന്റെ ഇഷ്ടം ചിന്തിച്ചു, തന്റെ ഇഷ്ടം പറഞ്ഞു, തന്റെ
ജന്മാന്തരമായുള്ള ദോഷങ്ങൾ ഒഴിച്ചിടും. ജന്മാന്തരമായുള്ള ദോഷങ്ങൾ ഒഴിച്ചിടും. ജന്മാന്തരമായുള്ള ദോഷങ്ങൾ ഒഴിച്ചിടും. ജന്മമോടുങ്ങി സമ്പൂർണമാം സുഖം അനുഭവം. ജന്മമോടുങ്ങി സമ്പൂർണമാം സുഖം അനുഭവം. അപ്പൊ മനസ്സാ വാച കർമ്മണ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ജന്മാന്തര ദോഷങ്ങളെല്ലാം മാറി ആ ജന്മാന്തര ഗുണം അനുഭവിച്ച് സമ്പൂർണ്ണ സുഖം ആത്മാവിൽ അനുഭവിക്കുവാൻ പറ്റും. സമ്പൂർണ്ണ സുഖം എപ്പോഴാണ് ലഭിക്കുന്നത്? സമ്പൂർണ്ണ സുഖരൂപനാകുന്ന ദൈവം ആത്മാവിലേക്ക് എഴുന്നള്ളി വാഴുമ്പോഴാണ്. അതിനിപ്പുറത്ത് കിട്ടുന്ന സുഖം ഒന്നും സമ്പൂർണ്ണ സുഖമല്ല. ചില സാഹചര്യങ്ങളിൽ അന്തിട്ടമായ ചില ഘട്ടങ്ങളിൽ യാതൊരു ആശ്വാസവും ഇല്ലാതെ ഇങ്ങനെ തെക്കുമ്പളക്ക് കൂടുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സുഖവും ആ വ്യക്തിയോടും ആ സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാവും. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ അതിനേക്കാൾ വലിയൊരു ദുഃഖം വരുമ്പോ ഇതെല്ലാം മറന്നിട്ട് വീണ്ടും നമ്മൾ ദുഃഖിക്കും. ലോകജീവിതം അങ്ങനെയാണ്. അപ്പോ താൽക്കാലികമായ സുഖത്തിലേക്ക് എത്താനല്ല, ശാശ്വതമായ സുഖത്തിലേക്ക് എത്തുവാനാണ് ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നത്. ആ ശാശ്വതമായ സുഖം പരമാത്മാവിലേക്ക് ലയിക്കുമ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. അപ്പൊ പലരുടെയും വിചാരം അയ്യോ മരിച്ചു കഴിഞ്ഞാലേ ഇത് കിട്ടുകയുള്ളൂ എന്നാണ്. അല്ല, അങ്ങനെയല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ദേവലോകത്തിലെ വാഴ്ച ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ദേവലോകത്തിലെ വാഴ്ച ഈ ദേഹത്തോടുകൂടി ലോകത്തിൽ ജീവിക്കുന്ന കാലത്ത് ആനന്ദം അനുഭവിക്കാത്ത ഒരാൾക്ക് ദേഹം വിട്ടുപോയാൽ ആനന്ദം ലഭിക്കുകയില്ല. ആ ശുഭാനന്ദാവതാരത്തിന് മുമ്പ് ലോകത്തിൽ ആർക്കും അറിയപ്പെടാതെ പോയ ഒരു മഹാസത്യമാണിത്. സാക്ഷാൽ ജഗന്നിയന്താവ് തിരുവതാരമായി വന്ന് അറിയിച്ചപ്പോഴാണ് ലോകം ഇതറിയാൻ തുടങ്ങിയത്. ആ ആത്മാവ് ദേഹത്തോടുകൂടി വാണിരുന്നു കൊണ്ട് സർവ്വസുഖങ്ങളും അനുഭവിച്ചിട്ട് വേണം സുഖരൂപനിലേക്ക് ചേരുവാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ കിട്ടുന്ന സുഖമല്ല, അല്ലെങ്കിൽ നല്ല AC മുറിയിൽ കിടന്ന് ഉറങ്ങിയാൽ കിട്ടുന്ന സുഖമല്ല, ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിച്ചാൽ ഉണ്ടാകുന്ന സുഖമല്ല. ആ അകമേ ഉണ്ടാകുന്ന സുഖത്തെ കുറിച്ചാണ് ഈ പറയുന്നതൊക്കെ. ആ അകമേ ഉണ്ടാവണം സുഖം. അകമേ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ഉണ്ടാകണം. അതിന് ആത്മാവ് എന്നോടുകൂടി ഉണ്ട് എന്ന സത്യം ആദ്യം തിരിച്ചറിയണം. ആത്മാവിന് ലോകത്തിൽ വാഴുവാനാൾ
എന്നെ ഉളവാക്കിയതെന്നുള്ള സത്യം തിരിച്ചറിയണം. ആത്മാവിൽ ലോകത്തിൽ വാഴുവാനാണ് എന്നെ ഉളവാക്കിയത് എന്നുള്ള സത്യം തിരിച്ചറിയണം. എന്റേതെന്ന് കരുതുന്ന ഈ ദേഹം പോലും ആത്മാവിന്റെ വാഴ്ചയ്ക്കായി ദൈവം ദാനം ചെയ്തതാണെന്ന് തിരിച്ചറിയണം. ഈ ദേഹത്തിന്റെ ആരോഗ്യത്തിനും സുഖത്തിനും വേണ്ടി ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ലോകം ദൈവത്തിന്റെ വകയാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ഇങ്ങനെ തിരിച്ചറിവുണ്ടാകുമ്പോൾ അവനവനെ അറിയുവാനുള്ള ബോധമുണ്ടാകും. ആ ബോധത്തിന്റെ പേരാണ് ആത്മബോധം. അങ്ങനെ ആത്മബോധം ഉദിക്കട്ടെ, ആത്മശാന്തി ഭവിക്കട്ടെ. ആത്മബോധം ഉദിക്കട്ടെ, ആത്മശാന്തി ഭവിക്കട്ടെ. ആത്മനാഥൻ ഹൃദയത്തിൽ കളിയാടട്ടെ. ആത്മബോധമുദിക്കട്ടെ, എന്നും ആത്മനാഥൻ ഹൃദയത്തിൽ കളിയാടട്ടെ. ആത്മമോക്ഷം കൊടുക്കുവാൻ അവതാരമായി വന്ന ആത്മമോക്ഷം കൊടുക്കുവാൻ അവതാരമായി വന്ന അഖിലേശൻ ഗുരുവാണെന്നറിഞ്ഞു കൊള്ളുക. ആത്മമോക്ഷം കൊടുക്കുവാൻ അവതാരമായി വന്ന അഖിലേശൻ ഗുരുവാണെന്നറിഞ്ഞു കൊള്ളുക. അറിയിക്കുന്നറിവുകൾ അകതാരിൽ ഭവിക്കുമ്പോൾ അറിയിക്കുന്നറിവുകൾ അകതാരിൽ ഭവിക്കുമ്പോൾ അകതാരിൽ തെളിയുന്നു ആത്മസ്വരൂപം. അറിയിക്കുന്നറിവുകൾ അകതാരിൽ ഭവിക്കുമ്പോൾ അകതാരിൽ തെളിയുന്നു ആത്മസ്വരൂപം. പരമാത്മാദർശനത്തെ ലഭിക്കുവാനുള്ള സ്ഥാനം പരമാത്മാദർശനത്തെ ലഭിക്കുവാനുള്ള സ്ഥാനം ആത്മസ്വരൂപമാണെന്ന് അറിഞ്ഞു കൊള്ളുക. പരമാത്മാദർശനത്തെ ലഭിക്കുവാനുള്ള സ്ഥാനം
സൃഷ്ടിക്കുന്നു. അകമേയും പുറമേയും അങ്ങനെ സ്വർഗമായി തീരുവാൻ, സ്വർഗരൂപികളായി തീരുവാൻ, സ്വർഗസ്ഥനോട് ചേർന്ന് വാഴുവാൻ സ്വർഗസ്ഥൻ നൽകിയിരിക്കുന്ന ഈ സുവർണാവസരം നഷ്ടമാക്കാതെ എപ്പോഴും നന്ദിയുള്ളവരായി സൂക്ഷിച്ച് ജീവിക്കുക. ഉന്നതമായ മഹനീയ കർമ്മങ്ങൾ, ദൈവം എഴുന്നള്ളി നടത്തി തന്ന മഹാകർമ്മങ്ങൾ നന്ദിയോടെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ ഉന്നതമായ മഹാധാരാസ്തുതി ആരംഭിക്കുകയാണ്. ആരൊക്കെയാണ് ധാരാസ്തുതി നടത്തുന്നത്? മഹാശക്തിയും ദൂതരും കൂടി സ്തുതികൾ നടത്താൻ എഴുന്നള്ളത്തായി. ഈ കീർത്തനം പാടിയപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. ഇപ്പൊ ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അവിടുന്ന് ആ ഗേറ്റ് കയറി ഇങ്ങോട്ട് വരികയാണെന്നിരിക്കട്ടെ. ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും പറയുമോ, ഇന്നടത്ത് ഇന്നാർ എഴുന്നള്ളി വരുന്നുണ്ട്. കളിയാക്കി പറയും, ആക്ഷേപിക്കും. എഴുന്നള്ളുന്നുണ്ട് അങ്ങനെ ആക്ഷേപമായിട്ട് ചിലപ്പോൾ പറഞ്ഞേക്കാം. ആധികാരികമായിട്ട് ഹൃദയത്തിൽ തൊട്ട് ആരെങ്കിലും ഈ ഇരിക്കുന്ന ആരെങ്കിലും പറയുമോ, ഇന്നടത്ത് ഇന്നാരുതാണ്ട് എഴുന്നള്ളി വരുന്നുണ്ട്. വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ, ആത്മമോക്ഷം കൊടുക്കുവാൻ തിരുവവതാരമായി വന്ന ജഗദീശ്വരൻ കൽപ്പിച്ച കൽപ്പനയാണ് ഈ ആലപിച്ചത്. ഭക്തന്മാരെല്ലാം എഴുന്നള്ളത്തായി. എന്താ കാരണം? താരാസ്തുതിയിൽ ഇരിക്കാൻ വരുന്ന ഭക്തന്മാർ അവർ ദേവീദേവന്മാരാണ്. അങ്ങനെ വ്രതമെടുത്ത് പരിശുദ്ധരായി വരുന്നവരാണ് താരാസ്തുതിയിൽ ഇരിക്കേണ്ടത്. ദൂതന്മാരെല്ലാം എഴുന്നള്ളത്തായി, ഭക്തന്മാരെല്ലാം എഴുന്നള്ളത്തായി. അതുകൊണ്ട് താരാസ്തുതി വ്രതം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കൊണ്ടുപോകാം, മുത്തുക്കട കൊണ്ടുപോവാ, മെതിയടി കൊണ്ടുപോവാ. ഞാൻ കണ്ടില്ല താരാസ്തുതിക്ക് എഴുന്നള്ളി വരുവാന്ന് അവരവർ പറഞ്ഞാൽ അടി വേറെ കിട്ടും. അതല്ല, അതിന്റെ ആന്തരികമായ അവസ്ഥകളാണ്. ആത്മാവിന്റെ വളർച്ച അറിവിൽ തന്നെ ആകുന്നു, ആത്മാവിന്റെ ഉയർച്ച സൽക്കർമ്മത്താലാകുന്നു. അപ്പൊ അടിയുറച്ച അറിവിൽ അനുസരിക്കുമ്പോൾ അനുഭവം മാറ്റമില്ലാതെ കാണാം. മഹാതത്വങ്ങളാണ് ഇതൊക്കെ. അത് ആന്തരികമായ അനുഭവമായി മാറുമ്പോൾ ദേവീദേവന്മാരായി മാറുകയാണ്. അങ്ങനെയുള്ളവരാണ് ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴേ ദേവലോകത്തിലെ വാഴ്ച കാണുന്നത്. അത് പ്രത്യക്ഷമായ അനുഭവമാക്കുന്ന ഒരു സന്ദർഭം ഈ കലിയുഗത്തിൽ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് താരാസ്തുതി. എത്രയോ കൊടിയ അന്ധകാരങ്ങളൊക്കെയാണ് നിമിഷ നേരം കൊണ്ട് താരാസ്തുതിയിൽ നിന്ന് തൂത്ത് വെളിയിൽ കളഞ്ഞത്. ആ അന്ധകാരങ്ങള്, പിശാചുക്കള്, ഭൂതപ്രേതങ്ങൾ, ഇതൊക്കെ നിമിഷ നേരം കൊണ്ടാണ്
പിടിച്ചു കുടഞ്ഞ് ദൂരെ കളയുന്നു. സമ്പൂർണ്ണ സർവശക്തി പ്രത്യക്ഷമായതുകൊണ്ടാണ് ആത്മലോകത്തെ ധർമ്മയുദ്ധത്തിൽ കൂടി വീണ്ടെടുക്കുന്നത്. ഇതുപോലൊരു യജ്ഞം ഭൂമിയിൽ വേറെ ഇല്ല. അതിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഒത്തുചേരാം, നമുക്കൊത്തുചേരാം, താരാസ്തുതികളാൽ ഒത്തുചേരാം. ഒത്തുചേരാം, നമുക്കൊത്തുചേരാം, താരാസ്തുതികളാൽ ഒത്തുചേരാം. ഒത്തുചേരാം, നമുക്കൊത്തുചേരാം, താരാസ്തുതികളാൽ ഒത്തുചേരാം. താരക ബ്രഹ്മമാം ദൈവത്തിന്റെ നാമസ്തുതിച്ചെന്നു ആനന്ദിക്കാം. താരക ബ്രഹ്മമാം ദൈവത്തിന്റെ നാമസ്തുതിച്ചെന്നു ആനന്ദിക്കാം. ഒത്തുചേരാം, നമുക്കൊത്തുചേരാം, താരാസ്തുതികളാൽ ഒത്തുചേരാം. താരക ബ്രഹ്മമാം ദൈവത്തിന്റെ നാമസ്തുതിച്ചെന്നു ആനന്ദിക്കാം. സർവദോഷങ്ങളും നിർത്തിടുവാൻ സർവശക്തി തന്ന നിയമമിത്. സർവദോഷങ്ങളും നിർത്തിടുവാൻ സർവശക്തി തന്ന നിയമമിത്. സർവദാ ആനന്ദം ലഭ്യമാകാൻ സർവശക്തി തന്ന നിയമമിത്. സർവദാ ആനന്ദം ലഭ്യമാകാൻ സർവശക്തി തന്ന നിയമമിത്. ഒത്തുചേരാം, നമുക്കൊത്തുചേരാം, താരാസ്തുതികളാൽ ഒത്തുചേരാം. താരക ബ്രഹ്മമാം ദൈവത്തിന്റെ നാമസ്തുതിച്ചെന്നു ആനന്ദിക്കാം. ദേവന്മാർ ദൂതന്മാർ കൂടെയുണ്ട് നാമസ്തുതിച്ചെന്നു ആനന്ദിപ്പാൻ. ദേവന്മാർ ദൂതന്മാർ കൂടെയുണ്ട് നാമസ്തുതിച്ചെന്നു ആനന്ദിപ്പാൻ. ഭൂതപ്രേതാദികൾ ദൂരെ മാറും, തിരുനാമം കേട്ടങ്ങു ദൂരെ മാറും. ഓ ഭൂതപ്രേതാദികൾ ദൂരെ മാറും, തിരുനാമം കേട്ടങ്ങു ദൂരെ മാറും. ഓ ദേവന്മാർ ദൂതന്മാർ കൂടെയുണ്ട് ആനന്ദിക്കാൻ. ഭൂതപ്രേതാദികൾ ദൂരെ മാറും, തിരുനാമം കേട്ടങ്ങു ദൂരെ മാറും. ഓ അന്ധകാരങ്ങൾ ഒഴിഞ്ഞു പോകും, ബന്ധുവാൻ ദൈവത്തിൻ കൂടെ വാഴും. ബന്ധുവാൻ ദൈവം നിൻ കൂടെ വാഴും. അന്ധകാരങ്ങൾ ഒഴിഞ്ഞു പോകും, ബന്ധുവാൻ ദൈവം നിൻ കൂടെ വാഴും. ഓ അന്ധകാരങ്ങൾ ഒഴിഞ്ഞു പോകും, ബന്ധുവാൻ ദൈവം നിൻ കൂടെ വാഴും. ഓ ആനന്ദമേ പരമാനന്ദമേ, താരാസ്തുതികളാൽ ആനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ, താരാസ്തുതികളാൽ ആനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ, താരാസ്തുതികളാൽ ആനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ, താരാസ്തുതികളാൽ ആനന്ദമേ. ദേവന്മാർ ദൂതന്മാർ കൂടെയുണ്ട് നാമസ്തുതിച്ചെന്നു ആനന്ദിപ്പാൻ. ദേവന്മാർ ദൂതന്മാർ കൂടെയുണ്ട് നാമസ്തുതിച്ചെന്നു ആനന്ദിപ്പാൻ. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, താരാസ്തുതികളാൽ ആനന്ദമേ.
മഹാശക്തി പ്രാവശ്യത്തെ താരാസ്തുതി നടത്തുമാറാകട്ടെ. ഇപ്രാവശ്യത്തെ താരാസ്തുതിയും ഉന്നതമായി നടത്തപ്പെടുമാറാകട്ടെ. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സന്താനങ്ങൾ താരാസ്തുതിയിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. സിംഗപ്പൂരിലെ ഉത്രാടം മഹോത്സവം കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ വീണഭക്തി പ്രാവശ്യത്തെ താരാസ്തുതി ബന്ധിക്കുവാൻ വന്നിട്ടുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, മുംബൈയിൽ നിന്നും, ചെന്നൈയിൽ നിന്നും, അതുപോലെ ബാംഗ്ലൂരിൽ നിന്നും, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇനിയും വന്നു ചേരാനുണ്ട്. എല്ലാവരും ഒത്തുചേർന്ന് താരക ബ്രഹ്മമായ ദൈവത്തിന്റെ തിരുനാമ സ്തുതിച്ച് ആനന്ദിക്കുവാൻ തക്ക വിധത്തിൽ മഹാശക്തി നേരിട്ട് നിന്ന് താരാസ്തുതി നടത്തട്ടെ. സർവ്വതും പ്രത്യക്ഷമായി അങ്ങ് തന്നെ ഒരുക്കി തരട്ടെ. സർവ്വതും മഹാശക്തി ഒരുക്കി തരുമാറാകട്ടെ. പ്രകൃതിയിൽ നേരിട്ടിരിക്കുന്ന ദുരന്തങ്ങളൊക്കെ ഒഴിവാകട്ടെ. ദൈവം നേരിട്ട് നിന്ന് ഓരോ ഭവനങ്ങളെയും ദർശിക്കുന്ന ഉന്നതമായ ഒരു ചടങ്ങാണ് നമ്മുടെ ഉത്രാട പൂജ. അതിന് വേണ്ടുന്നതെല്ലാം പ്രകൃതിയിൽ ഒരുക്കപ്പെടുവാൻ, ഈ പ്രകൃതി ശാന്തമാകുവാൻ ഞാനിത് അറിയിക്കുകയാണ്. പ്രകൃതി ശാന്തമാകട്ടെ, പ്രകൃതി ശാന്തമാകട്ടെ. നല്ലൊരു പൊന്നോണം ഓമനക്കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കുവാൻ തക്ക വിധം പ്രകൃതി ശാന്തമാകുമാറാകട്ടെ. ആ നിയമപ്രകാരം പൂജാമുറി ഒരുക്കി, ഭവനങ്ങൾ ഒരുക്കി, പൂജ ഒരുക്കി, ഗുരുവിനെ സ്വീകരിക്കുക. എല്ലാ ഭവനങ്ങളും ദർശിക്കുവാൻ ഞാനിതാ ഒരുങ്ങി നിലകൊള്ളുകയാണ്. എല്ലായിടത്തും അനുഗ്രഹവും ആനന്ദവും ഉണ്ടാകുമാറാകട്ടെ. സർവദോഷങ്ങളും തീർന്നു പോകട്ടെ. അന്ധകാരങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. അന്നവസ്ത്രാദികൾ മുട്ടാതെ ദാനം ചെയ്യുമാറാകട്ടെ. മേൽക്കുമേൽ ഐശ്വര്യം ഉണ്ടാകുമാറാകട്ടെ. ഉന്നതമായ കർമ്മങ്ങളിൽ വന്ന് ബന്ധിക്കുവാൻ തക്ക വിധം വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. രോഗശാന്തി, ഭൂതശാന്തി, പാപശാന്തി, സർവശാന്തി മഹാകാരുണ്യത്തിൽ കൂടി ലഭ്യമാകുമാറാകട്ടെ. മഹാഗോപുരം പൂർത്തീകരിക്കപ്പെടട്ടെ, ഉന്നതമായി പൂർത്തീകരിക്കപ്പെടട്ടെ. തപോശതാബ്ദി വിളംബര ഗോപുരമായി പൂർത്തീകരിക്കപ്പെടട്ടെ. ആദർശ വിളംബരമായി പൂർത്തീകരിക്കപ്പെടട്ടെ. ആത്മദീപത്തെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടെ കരുതപ്പെടുവാനാകട്ടെ. ഓരോരുത്തരെയും മഹാശക്തി കരുതട്ടെ. വിശിഷ്ടമായ പല കർമ്മങ്ങളും നടക്കാൻ പോകുന്നു. അതെല്ലാം മഹാശക്തി നേരിട്ട് ദൂതപരിവാര സമേതം എഴുന്നള്ളിന്നുകൊണ്ട് നടത്തുമാറാകട്ടെ. മഹാതൃക്കരങ്ങളാൽ പൂർത്തീകരിച്ച്, മഹാതൃക്കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്ത് മഹാശക്തിയുടെ ഓമന കുഞ്ഞുങ്ങൾക്കായി ദാനം ചെയ്യുമാറാകട്ടെ. സർവശക്തി നേരിട്ട് എന്ന് പ്രവർത്തിക്കുന്നു. അത് സമ്പൂർണമായും ആത്മലോകത്തിന് വേണ്ടിയാണ്. അത് അറിഞ്ഞ് നിങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുക. മഹാശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകരക്ഷാർത്ഥം വാഴുന്ന സർവശക്തിയുടെ തിരുമുഖം കാണുവാനും നേർമൊഴികളെ കേൾക്കുവാനും ആർത്തിയോടെ വന്നു ചേർന്ന ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും ഞാനിതാ വീണ്ടും ദർശിക്കുകയാണ്. നിർവാഹമില്ലാതെ ഭവനങ്ങളിലും വിദേശങ്ങളിലുമായിരിക്കുന്ന ഓമന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈ ദർശനവും അനുഗ്രഹവും ഭവിക്കുമാറാകട്ടെ. മഹാമകീരത്തിന്റെ പുണ്യതകൾ നിങ്ങളിലേക്ക് നിറയുമാറാകട്ടെ. എല്ലാവർക്കും സൗഖ്യമേകുവാൻ, എല്ലാവർക്കും ആനന്ദമേകുവാൻ, എല്ലാവരിലും ആനന്ദ നിർവൃതി നിറയപ്പെടുവാൻ മഹാശക്തി ആനന്ദരൂപനായി ലോകത്തിൽ വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. ഒത്തുചേരാം, നമുക്ക് ഒത്തുചേരാം. താരാസ്തുതികളാൽ ഒത്തുചേരാം. ഒത്തുചേരാം, നമുക്ക് ഒത്തുചേരാം. താരാസ്തുതികളാൽ ഒത്തുചേരാം.
തീർന്നു കിട്ട തുള്ളിക്കളിച്ചിടുന്ന കണ്ണനെ കണ്ടാൽ മതി, കണ്ണനെ കണ്ടാൽ മതി. സങ്കടം തീർന്നു കിട്ട തുള്ളിക്കളിച്ചിടുന്ന കണ്ണനെ കണ്ടാൽ മതി, കണ്ണനെ കണ്ടാൽ മതി. സങ്കടം തീർന്നു കിട്ട തുള്ളിക്കളിച്ചിടുന്ന കണ്ണനെ കണ്ടാൽ